വെൽക്കം ടു സ്റ്റഡി മൾട്ടി ഹബ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്രീവിയസ് സൈക്കോളജി ക്വസ്റ്റ്യൻസ് ആണ്. കേട്ടച്ച് കാറ്റഗറി 2, കാറ്റഗറി 3, സി ടെച്ച്, അതേപോലെ സെറ്റ് എന്നീ കോമ്പറ്റേറ്റീവ് എക്സാംസിൽ ചോദിക്കാവുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് മാക്സിമം സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആണ് സൈക്കോളജി. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാം സൈക്കോളജി. ക്വസ്റ്റ്യൻ നമ്പർ 1, ദിസ് സ്റ്റേറ്റ്മെന്റ് ബെസ്റ്റ് എക്സ്പ്ലെയിൻ അസോസിയേഷൻ ആഫ്റ്റർ കണ്ടീഷനിങ്. നമുക്കറിയാം ക്ലാസിക്കൽ കണ്ടീഷനിങ് പാവലോ ആണ്. പാവലോയുടെ ക്ലാസിക്കൽ കണ്ടീഷൻ എങ്ങനെയാണെന്നുള്ളത്, ആദ്യം പാവലോ ഒരു ഡോഗ് വെച്ചിട്ടുള്ള എക്സ്പെരിമെന്റ് ആണ് ചെയ്തത്. അദ്ദേഹം ഡോഗ് വെച്ചുള്ള എക്സ്പെരിമെന്റ് ചെയ്തത് ആദ്യം ഒരു ബെല്ലെടുത്തു, ഡോഗിനെ ഫുഡ് കാണിച്ചു, അപ്പോൾ സലൈവ വന്നു എന്നറിയാം. ചുമ്മാ ബെല്ല് കാണിച്ചു, അപ്പോൾ സലൈവ വന്നില്ല. പിന്നെ ഫുഡും ബെല്ലും കൂടി ഒന്നിച്ച് കാണിച്ചു, അപ്പോൾ സലൈവ വന്നു. പിന്നെ അറ്റ് ലാസ്റ്റ് ബെല്ലടിച്ചപ്പോൾ ഡോഗിന്റെ വായിൽ നിന്ന് സലൈവ വന്നു. അപ്പോൾ ഒരു ഡോഗിനെ നമ്മൾ കണ്ടീഷനും ബിഹേവിയറിങ് കണ്ടീഷനും ചെയ്യുകയാണ്. ബിഹേവിയർ എങ്ങനെയാണ് നമുക്ക് വേണ്ടത് ആ രീതിയിൽ കണ്ടീഷൻ ചെയ്താണ് പാവലോ എക്സ്പെരിമെന്റ് ചെയ്തത്. അപ്പോൾ വിച്ച് സ്റ്റേറ്റ്മെന്റ് ബെസ്റ്റ് എക്സ്പ്ലെയിൻ അസോസിയേഷൻ ആഫ്റ്റർ കണ്ടീഷനിങ്. അപ്പോൾ കണ്ടീഷൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്താണ് ഇതിൽ ഏതാണ് കറക്റ്റ് ആയിട്ട് വന്നത്? ഡോഗ് ഹിയേഴ്സ് ദ ബെൽ, ഡോഗ് സീസ് ദ ഫുഡ്, ഹിയേഴ്സ് ദ ബെൽ ആൻഡ് സാൽവേജ്, ഡോഗ് ഹിയേഴ്സ് ദ ബെൽ ആൻഡ് സാൽവേജ്, ഡോഗ് സീസ് ദ ഫുഡ് ആൻഡ് സാൽവേജ്. കണ്ടീഷൻ ചെയ്ത് കഴിഞ്ഞ് എന്താണ് നടന്നത്? ഡോഗ് ഹിയേഴ്സ് ദ ബെൽ, ബെല്ല് കേട്ടു, അതിനോടൊപ്പം തന്നെ സലൈവ വന്നു. അപ്പോൾ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which of the following tests used to identify the learning difficulties of students? അപ്പോൾ ലേണിംഗ് ഡിഫിക്കൽറ്റി എന്ന് പറയുന്നത് സ്റ്റുഡൻസിന്റെ ലേണിംഗ് ഡിഫിക്കൽറ്റി കണ്ടുപിടിക്കുന്ന ടെസ്റ്റ് ഇതിൽ ഏതാണ് എന്നുള്ളതാണ്. നമുക്കറിയാം അച്ചീവ്മെന്റ് ടെസ്റ്റ് എന്ന് പറയുന്നത് കുട്ടിയുടെ നമ്മൾ ചാപ്റ്റർ ഒക്കെ പഠിപ്പിച്ചതിന് ശേഷം ആ കുട്ടി എന്തോരം പഠിച്ചു എന്നുള്ള അച്ചീവ്മെന്റ് എന്നുള്ള രീതിയിൽ എന്തോരം പഠിച്ചു എന്നുള്ള വിലയിരുത്തുന്നതാണ് അച്ചീവ്മെന്റ് ടെസ്റ്റ്. ഡയഗ്നോസിസ് ടെസ്റ്റ് എന്ന് പറയുന്നത് കുട്ടിയുടെ പഠനത്തിൽ നമ്മൾ പഠിപ്പിച്ച ലെസൺസിൽ ഏത് മേഖലയിലാണ് കുട്ടിയുടെ ലേണിംഗ് ഡിഫിക്കൽറ്റി, ഏത് പോർഷനാണ് കുട്ടിക്ക് ഡിഫിക്കൽറ്റി ഉള്ളത് എന്നുള്ള നടത്തുന്ന ടെസ്റ്റാണ് ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ്. പ്രോഗ്നോസ്റ്റിക് ടെസ്റ്റ് എന്ന് പറയുന്നത് കുട്ടിയുടെ നമ്മൾ പുതിയൊരു കോഴ്സ് തുടങ്ങുകയാണെങ്കിൽ ആ ഒരു പുതിയ കോഴ്സിൽ കുട്ടിയുടെ നോളജ്, ആ കോഴ്സിൽ കുട്ടിയുടെ സ്കിൽ എന്തോരം ഉണ്ട് എന്ന രീതിയിൽ ഉള്ള ഒരു ഫ്യൂച്ചർ ഇതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ഒരു ടെസ്റ്റാണ് പ്രോഗ്നോസ്റ്റിക് ടെസ്റ്റ്. ആൻഡ് ഇന്റലിജൻസ് ടെസ്റ്റ് എന്ന് പറയുന്നത് കുട്ടിയുടെ IQ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടുത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ലേണിംഗ് ഡിഫിക്കൽറ്റീസ് ഓഫ് സ്റ്റുഡൻസ് കണ്ടുപിടിക്കുന്ന ഏത് ടെസ്റ്റാണ്? അത് ഓപ്ഷൻ ബി, ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, introducing a lesson by verbally narrating a summary of the content in the form of a story is best described as. നമ്മൾ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്ന വെർബലി നറേറ്റിംഗ് എ സമ്മറി ഓഫ് ദി കണ്ടന്റ് ഇൻ ദ ഫോം ഓഫ് സ്റ്റോറി. അപ്പോൾ നമ്മൾ ഒരു ചാപ്റ്റർ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ, ഇൻട്രൊഡ്യൂസിംഗ് ഒരു ലെസൺ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമ്മൾ വെർബലി നറേറ്റ് ചെയ്ത് ഒരു കണ്ടന്റ് കുട്ടികളിലേക്ക് സ്റ്റോറി ആയിട്ട് എത്തിക്കുന്നത് ഏതാണ് ഇതിൽ താഴെ കൊടുത്തിരിക്കുന്നത് ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ്. അഡ്വാൻസ് ഓർഗനൈസർ, ഇൻഡക്റ്റീവ് അപ്രോച്ച്, ഇൻറ്റൻസീവ് മോട്ടിവേഷൻ, എൻക്വയറി ട്രെയിനിങ്. ഇതിൽ ഓരോന്ന് പറയുവാണെങ്കിൽ അഡ്വാൻസ് ഓർഗനൈസർ എന്താണെന്ന് നമുക്കറിയാം. ഡേവിഡ് ഒസബെൽ മീനിങ്ഫുൾ ലേണിംഗ് തിയറി നമുക്കറിയാം. അതിലുള്ള ഒരു ഇൻട്രൊഡക്ഷറി ടൂളാണ് അഡ്വാൻസ് ഓർഗനൈസർ. അഡ്വാൻസ് ഓർഗനൈസർ എന്താണെന്ന് വെച്ചാൽ, അഡ്വാൻസ് ഓർഗനൈസർ എന്ന് പറയാൻ നമ്മളൊരു ചാപ്റ്റർ അല്ലെങ്കിൽ നമുക്ക് പഠിപ്പിക്കേണ്ട കാര്യം നമ്മൾ പഠിപ്പിച്ച് തുടങ്ങുമ്പോൾ അതിൽ ഇൻട്രൊഡ്യൂസിങ് ചെയ്യാൻ വേണ്ടി, അതിനെ ആ കണ്ടന്റിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സ്ട്രാറ്റജിയാണ് അഡ്വാൻസ് ഓർഗനൈസർ. അത് സ്റ്റോറി രീതിയിൽ നമ്മൾ മുന്നേ പഠിച്ച കാര്യങ്ങളും പുതിയ കാര്യങ്ങളും ലിങ്ക് ചെയ്തിട്ടുള്ള പുതിയ കാര്യം നമ്മൾ എന്ത് ചെയ്യുന്നു, പഴയ പഠിച്ച കാര്യമായി ലിങ്ക് ചെയ്ത് കുട്ടികളിലേക്ക് ഒരു സ്റ്റോറി ടെല്ലിംഗ് നറേറ്റ് ഇൻട്രൊഡക്ഷൻ കൊടുക്കുന്ന ഒരു സ്ട്രാറ്റജിയാണ് അഡ്വാൻസ് ഓർഗനൈസർ. ആൻഡ് ഓപ്ഷൻ ബിയിൽ ഇൻഡക്റ്റീവ് അപ്രോച്ച് എന്ന് പറയുന്നത് നമ്മളെന്താ, സ്പെസിഫിക്കിൽ നിന്ന് ജനറൽ എന്ന് പറഞ്ഞാൽ എക്സാമ്പിൾസിൽ നിന്ന് നമ്മൾ റൂളിലേക്ക് എത്തുന്ന ഒരു അപ്രോച്ചാണ്. ഇൻട്രിൻസിക് മോട്ടിവേഷൻ നമുക്കറിയാം, നമ്മൾ സെൽഫ് മോട്ടിവേഷൻ, സ്വയം മോട്ടിവേറ്റ് ആയി ചെയ്യുന്നതിനാണ് ഇൻട്രിൻസിക് മോട്ടിവേഷൻ എന്ന് പറയുന്നത്. എൻക്വയറി ട്രെയിനിങ് എന്ന് പറയുന്നത് എന്താ, അന്വേഷിച്ച് പഠിക്കാനുള്ള ഒരു ട്രെയിനിങ്, എൻക്വയറി നടത്തി സ്വയം അന്വേഷിച്ച് പഠിക്കുന്ന ട്രെയിനിങ്. ഇതിലേതാണ് നമ്മൾ ഒരു ഇൻട്രൊഡ്യൂസിംഗ് എ ലെസൺ എന്ന രീതിയിൽ ബെസ്റ്റ് ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത് ഏതാണ് എന്നാണ് ചോദ്യം. അപ്പോൾ നമുക്ക് ക്ലിയർലി ഇതിൽ എന്താണ് ഈ ക്വസ്റ്റ്യനിൽ എന്താണ് നമ്മൾ മനസ്സിലാക്കാം. അതിനുശേഷം ഓപ്ഷൻസിൽ തന്നിരിക്കുന്നത് എന്താണെന്നുള്ളത് നമ്മൾ ആലോചിക്കാം. ഓട്ടോമാറ്റിക്കലി നമ്മൾ എന്താ ആൻസറിലേക്ക് എത്തും. അപ്പോൾ ഇതിന്റെ ആൻസർ ഓപ്ഷൻ എ ആണ്, അഡ്വാൻസ് ഓർഗനൈസർ ആണ്. പിന്നെ ഒരു കാര്യം, നമ്മൾ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ, ഇപ്പോൾ ഏത് കോമ്പറ്റേറ്റീവ് എക്സാം ആണെങ്കിലും നമ്മൾ ക്വസ്റ്റ്യൻ വായിച്ചു കഴിയുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് ആ ആൻസർ എത്തണം. ആ ആൻസർ ഓപ്ഷനിൽ ഉണ്ടോ എന്നുള്ളതാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. അങ്ങനെ ഈസി ആയിട്ട് നമുക്ക് ആ ഒരു ആൻസർ ട്രാക്ക് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് among the following is the most cohesive group? അപ്പോൾ നമ്മൾ അറിയേണ്ടത് കൊഹൻസീവ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്. കൊഹൻസീവ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ മോസ്റ്റ് ബോണ്ടഡ് ആയിട്ടുള്ളത്, നമ്മൾ എല്ലാ കാര്യം ഷെയർ ചെയ്യുന്ന, നമ്മുടെ അച്ചീവ്മെന്റ്, നമ്മുടെ പേഴ്സണൽ കാര്യങ്ങൾ, ഇമോഷണലി അങ്ങനെ അറ്റാച്ച്മെന്റ് കൂടുതലുള്ളത് താഴെ തന്നിരിക്കുന്ന ഓപ്ഷൻസ് ഏത് ഗ്രൂപ്പാണ് എന്നുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത്. ക്രൗഡ്, കൂട്ടങ്ങളാണോ, ക്ലാസ് റൂം ആണോ, ഫാമിലി ആണോ, അസോസിയേഷൻ ആണോ? ഇത് നമുക്ക് ഈസി ആയിട്ട് ട്രാക്ക് ചെയ്യാം. കാരണം കൊഹൻസീവ് മോസ്റ്റ് നമ്മൾ അറ്റാച്ച്ഡ് ആയിട്ടുള്ളത്, മോസ്റ്റ് ബോണ്ട് ഉള്ളത് നമ്മൾ ഫാമിലി ആയിട്ടായിരിക്കും. അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി, ഫാമിലി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which among the following needs can be placed in the blank space of Maslow's hierarchy of needs? അപ്പോൾ നമുക്കറിയാം മാസ്ലോ ഹൈറാർക്കി ഓഫ് നീഡ്സ് നമ്മൾ പഠിച്ചു. അത് ഇമ്പോർട്ടൻറ്റ് ഒരു സെഷൻ ആണ്. അതിൽ ഹൈറാർക്കി ഓഫ് നീഡ്സ് എത്ര സ്റ്റേജ് ഉണ്ട്? 5
സ്റ്റേജസ് ആണ് അദ്ദേഹം പറയുന്നത്. ഒരു ഹൈറാർക്കിക്കൽ ഓർഡറിൽ താഴെ നിന്ന് മേളിലേക്ക് വരുന്ന ഒരു ഹൈറാർക്കിക്കൽ ഒരു ട്രയാങ്കിൾ ഒരു ഓർഡറിലാണ് അദ്ദേഹം ഇത് പറഞ്ഞിരിക്കുന്നത്. ഒരു മനുഷ്യന് എന്തൊക്കെ നീഡ്സ് വേണം, എന്ത് അച്ചീവ് ചെയ്യാൻ, ഒരു മോട്ടിവേഷൻ കിട്ടാൻ എന്തൊക്കെ വേണം എന്നുള്ളതാണ് ഇദ്ദേഹം പറയുന്നത്. അതിൽ നമുക്ക് ഈ ഒരു കണ്ടന്റ് നമ്മൾ അതേപോലെ തന്നെ പഠിച്ചിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഏറ്റവും താഴെ ലോവസ്റ്റ് എന്ന് പറയുന്നത് ഫിസിയോളജിക്കൽ നീഡ്സ് ആണ്. എന്ന് പറഞ്ഞാൽ ബേസിക് എയർ, വാട്ടർ, ഡ്രസ്സ്, സ്ഥലം, ആ രീതിയിൽ ഒരു ബേസിക് ഒരു ഹ്യൂമൻ ബീങ്ങിന് നേടേണ്ട ഒരു നീഡ്സ് ആണ് താഴെയുള്ളത്. അതിന് മേലുള്ളത് സേഫ്റ്റി നീഡ്സ്, സുരക്ഷിതത്വം, സ്വന്തമായി ഒരു സേഫ്റ്റി ഉണ്ടാവുക എന്നുള്ളതാണ് ഒരു ആൾക്കാരുടെ ഒരു ബേസിക് നീഡ് എന്ന് പറയുന്നത്. സെക്കൻഡ് നീഡ് സേഫ്റ്റി നീഡാണ്. തേർഡ് എന്ന് പറയുന്നത് ലവ് ആൻഡ് ബിലോങ് നീഡ്സ്, സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും എന്നുള്ളത് ഒരു മനുഷ്യനുള്ള ഒരു മോട്ടിവേഷൻ, എന്തൊരു കാര്യം അച്ചീവ് ചെയ്യാനുള്ള കിട്ടുന്ന ഒരു മോട്ടിവേഷൻ ആണ് എന്നുള്ളത്. ആൻഡ് ഫോർത്ത് എന്താണെന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്കറിയാം ഏറ്റവും വലിയ ഫോർത്ത് എന്നുള്ളത് എന്താണ് എന്നുള്ളത് കണ്ടുപിടിക്കാം. അതേപോലെ ഫിഫ്ത്ത് നമുക്ക് തന്നിട്ടുണ്ട് സെൽഫ് ആക്ച്വലൈസേഷൻ. അപ്പോൾ ഒരു ആളെ അച്ചീവ് ചെയ്യണമെങ്കിൽ അവർ സെൽഫ് ആക്ച്വലൈസേഷൻ കിട്ടുമ്പോഴാണ്. അപ്പോൾ ഫോർത്ത് നീഡ് എന്ന് പറയുന്നത് എന്താണ്? ഇതിൽ സോഷ്യൽ നീഡാണോ, സെൽഫ് ഈസ്റ്റം നീഡാണോ, ഫിസിക്കൽ നീഡാണോ, ഓൾ ഓഫ് ദി അബവ് ആണോ എന്നുള്ളതാണ്. ഇതിൽ ഓപ്ഷൻ ബി സെൽഫ് ഈസ്റ്റം നീഡ്. സെൽഫ് ഈസ്റ്റം സ്വയം എന്താണ്, സ്വയം കോൺഫിഡൻറ്റ് മോട്ടിവേറ്റഡ് ആയിരിക്കണം. അതേപോലെ മറ്റുള്ളവർക്ക് മോട്ടിവേഷൻ എല്ലാം കൊടുക്കുന്ന രീതിയിലായിരിക്കണം, മറ്റുള്ളവരെ കൺസിഡർ ചെയ്യുന്ന സെൽഫ് ഈസ്റ്റം ഉള്ള ആളായിരിക്കണം എന്നുള്ളത് അദ്ദേഹം അപ്പോൾ പറഞ്ഞിരിക്കുന്നത് 5 സ്റ്റേജസ് ആണ്, നീഡ്സ് ആണ്. അതിൽ ഫോർത്ത് വരുന്നത് നമ്മുടെ ആൻസർ ഓപ്ഷൻ ബി സെൽഫ് ഈസ്റ്റം നീഡാണ്. ഞാൻ ഈ ഡിസ്കസ് ചെയ്ത 5 ക്വസ്റ്റ്യൻസും റിപ്പീറ്റഡ് ആയിട്ട് സൈക്കോളജിയിൽ ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. അത് പല കോമ്പറ്റേറ്റീവ് എക്സാംസിനും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യങ്ങളാണ് ഇതിൽ വരുന്നത്. ഈ സെക്ഷൻസ് എല്ലാം നിങ്ങൾ ഡീപ്പായിട്ട് കവർ ചെയ്യേണ്ടതാണ്. എക്സാംസിൽ വരുന്ന ഒരു ചോദ്യങ്ങൾ ഈ ഒരു ടോപ്പിക്സിൽ നിന്നാണ്. താങ്ക്